ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അയച്ചാണ് വന്നിട്ടുള്ളത്. ഞാൻ മാക്സിമം എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഒരു അൺപ്രൊഡക്റ്റീവ് ഡേ എന്ന് പറയാം. സാധാരണ ഞാൻ പ്രൊഡക്റ്റീവ് ഡേ കാണിക്കലല്ലേ. ഇന്ന് അൽക്കുലത്തായിട്ടൊരു ദിവസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ബ്രഷ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മൾ സുബഹി നിസ്കരിക്കാനായിട്ട് നിൽക്കുകയാണ്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇട്ട് കണ്ടപ്പോൾ ഐറൂസും പിന്നാലെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ കിച്ചണിലോട്ട് വന്നപ്പോൾ ഇമ്മ കുക്കിങ്ങിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഉപ്പ രാവിലെ ജോലിക്ക് പോകും, അപ്പോൾ ഉപ്പാക്ക് ഫുഡ് കൊണ്ടുപോകണം. അതുകൊണ്ട് ഇമ്മ രാവിലെ തന്നെ ഈ പണികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കറിക്കും അതുപോലെ തന്നെ നമ്മളെ ചട്നിക്കുള്ള തേങ്ങ ചിരണ്ടാനായിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹൈറോസിന് ഒരു പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് വാട്ടാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇഡ്ഡലിക്ക് ചട്നി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവൾ ഇത് കഴിക്കുകയാണെങ്കിൽ എന്നാൽ അതായാലോ എന്ന് വിചാരിച്ചിട്ട് വാട്ടാനായിട്ട് നിന്നതാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ പഴം വാട്ടിയിട്ട് അതിൽ തേങ്ങയൊക്കെ ഇങ്ങനെ ചിരണ്ടിയിട്ട് അതൊക്കെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഐറൂസ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ ഇന്ന് അവൾ വല്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 2-3 അല്ലിക്ക് കഴിച്ചെന്നല്ലാതെ ഓവറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ ഇഡ്ഡലി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക മടി എൻ്റെ തലയിലും ദേഹത്തും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഒന്നും ചെയ്യാൻ തോന്നലില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് പഴം വാട്ടിയിട്ട് കൊടുക്കാനായിട്ട് നിന്നു. അവൾ കുറച്ച് കഴിച്ചു, ഞാൻ പറഞ്ഞില്ല നേരത്തെ, കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സ്പൂണാണ് ചട്നിയുടെ പാത്രത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ മാറ്റി ഞാൻ കയ്യിൽ ഒരുപാട് ചട്നിയൊക്കെ പാർന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഇഡ്ഡലി എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴത്തേന് ഐറോസിനെ അമ്മ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവളെ റെഡിയാക്കി കൊടുക്കുകയാണ്. ഇക്കാൻ്റെ വീട്ടിലാകുമ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇതൊക്കെ ഉമ്മയാണ് ചെയ്യല് കേട്ടോ. ചിലപ്പോൾ ഞാൻ കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ അവളെ മുടിയൊക്കെ വാരി സെറ്റാക്കിയിട്ട് ഐബ്രോ പെൻസിലുകൊണ്ട് പിരിയൊക്കെ എഴുതി കൊടുക്കുകയാണ്. സാധാരണ അവൾ ഇതൊക്കെ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നവൾ ഇന്ന് അനങ്ങാതെ കിടക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്നാവും എൻ്റെ കുട്ടിക്ക്. അങ്ങനെ അവൾ സുന്ദരിയാക്കിയതിന് ശേഷം 10 മണിയൊക്കെ ആയിട്ട് 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഉറക്കാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇല്ല, അപ്പം ഞാനും കിടന്നുറങ്ങും. അപ്പം അങ്ങനെ അവളെ ഉറക്കാനായിട്ട് ഞാൻ തൊട്ടിയിലിട്ടു. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉമ്മയാണ് ചെയ്യുന്നത്. ആട്ടലും പാട്ടലൊക്കെ ഉമ്മയാണ്. അങ്ങനെ ഞാൻ കുറച്ച് റിങ് മുറുക്കുണ്ടായിരുന്നു, ഞങ്ങൾ റിങ് മുറുക്കെന്ന് പറയുക. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കിടക്കാനായിട്ട് ചെന്നു. അങ്ങനെ പിന്നെ ഉറങ്ങിയിട്ട് ഞാൻ ഉച്ചയായപ്പോഴാണ് എണീക്കുന്നത്. ഐറൂസ് എണീറ്റ പാടെയാണ് ഞാനും എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാക്കു തണ്ണിമത്തൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്കും അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് മീൻ മല്ലി കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഉമ്മ വെക്കുന്നത്. അപ്പോൾ അതും കാബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ നല്ല മാങ്ങയുടെ ചമ്മന്തി കേട്ടോ, മുളക് അരച്ചിട്ട് വെക്കുന്ന മാങ്ങയുടെ ചമ്മന്തി പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്നത് കേട്ടോ. അതായത് ഉച്ചയായിട്ടുണ്ടാവും. സംഭവം ഞാൻ ഈ ഒരു പ്ലാനർ വാങ്ങിയത് തന്നെ എല്ലാം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല, എന്താ ചെയ്യുക. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെയും ഞാൻ കിടന്നു. കുറച്ച് നേരം ഒന്ന് കണ്ണിമ്പി ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എണീറ്റ് കുളിച്ച് ഫ്രഷായി വന്നിട്ട് ളുഹർ നിസ്കരിക്കാനായിട്ട് നിൽക്കുകയാണ്. അതായത് അസർ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അസർ നിസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നല്ലൊരു ഇളം വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ബൂസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധനം ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാലിൽ ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബൂസ്റ്റ് അങ്ങനെ അധികം കുടിക്കലൊന്നുമില്ല, സാധാരണ ചായ തന്നെയാണ് ഉണ്ടാക്കൽ. ഇന്ന് വെറുതെ അത് സ്പെഷ്യലായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം. അങ്ങനെ നമ്മളെ ബൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ
ഒരു കപ്പ് കേക്ക് ഉണ്ട്. ഇപ്പം ഒരു മിനി കപ്പ് കേക്ക്സ് ഉണ്ടാവില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയത് ഭയങ്കര മധുരം അധികമായിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇത്. പണ്ട് നമ്മളിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണ മാതിരി അതിൻ്റെ ആ കവറൊക്കെ ഊരിയിട്ട് ഇങ്ങനെ കത്തിയോട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഭയങ്കര നൊസ്റ്റ് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ രാത്രിക്കൊക്കെ അടിപൊളിയായിട്ട് അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ചോറ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഹിസമോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐറൂസ് ഇന്ന് ഈ നേരത്ത് എന്താണെന്നറിയില്ല, എന്നത്തെയും പോലെ അല്ലാതെ ഒരു ഉറക്കം അവൾക്ക് വന്നിട്ട് ഉറങ്ങായിരുന്നു കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് തണ്ണിമത്തൻ ജ്യൂസ് ഞാൻ കുഞ്ഞി കുപ്പിയിലാക്കിയതാണ്, ഇമ്മാക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പണിമാറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ സമോസയും അതുപോലെ തന്നെ വട്ടുപത്തിരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ വട്ടുപത്തിരിയൊന്നും അധികം കഴിക്കലില്ല, പക്ഷേ ഈ വട്ടുപത്തിരി ആണെങ്കിലും സമൂസയാണെങ്കിലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഖുർആൻ ഓതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നേരെ കിട്ടുന്നില്ല, കുട്ടികൾ കരയലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഖുർആൻ ഓതാനായിട്ട് ഇരിക്കുകയാണ്. ഐറൂസിനെ അമ്മ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഖുർആൻ കഴിഞ്ഞ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സമൂസ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഐറൂസ് വന്നപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അവിയലും ചോറുമായിട്ട് അങ്ങനെ കൊടുക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ അവളുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാനായിട്ട് നിന്നപ്പോഴാണ് കാക്ക പൊറാട്ടയും ചില്ലിയും കൊണ്ട് വരുന്നത്. പക്ഷേ ഞാൻ പൊറാട്ടയൊന്നും കഴിച്ചില്ല, ചില്ലി കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.